ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബനാന കൊണ്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് തയ്യാറാക്കാം. അപ്പോൾ ചെറുപഴം ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് മൈസൂർ പൂവൻ അല്ലെങ്കിൽ പാളയംകുടം പഴമാണ്. നിങ്ങൾക്ക് ഏത് പഴം ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് തയ്യാറാക്കാം. പ്രത്യേകിച്ച് വീട്ടിൽ ഇപ്പോൾ നാട്ടിലൊക്കെ താമസിക്കുന്നവർക്ക്, ഇപ്പോൾ പറമ്പൊക്കെ ഉള്ളവരെയൊക്കെ സംബന്ധിച്ച് പഴമൊക്കെ ഒരുപാട് വേസ്റ്റായി പോവാറുണ്ട്. പ്രത്യേകിച്ച് പാളയംകുടം പഴം പോലുള്ള പഴങ്ങളൊക്കെ ആരും കഴിക്കാനൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് പഴം പ്രിസർവ് ചെയ്ത് വെക്കാവുന്ന ഒരു ടെക്നിക്ക് കൂടിയാണ് ഈ ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഉണക്കിയെടുക്കുമ്പോൾ നമ്മളിതിൽ മധുരമോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റിയാണ് ഇത് ഡ്രൈ ഫ്രൂട്ടായിട്ട് വരുമ്പോൾ. നമ്മളിപ്പോൾ കടകളിൽ നിന്നൊക്കെ ഒരുപാട് വില കൊടുത്ത് പല ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എത്ര കാലം വേണമെങ്കിലും ഇത് നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പഴം കൊണ്ടുള്ള ഡ്രൈ ഫ്രൂട്ട് തയ്യാറാക്കണമെന്ന് നോക്കാം. പഴം നമുക്ക് ഉരിഞ്ഞെടുക്കാം. നന്നായിട്ട് പഴുത്തത് തന്നെ എടുക്കാം, അപ്പോഴായിരിക്കും മധുരം ഉണ്ടാവുക. പിന്നെ ഒരുപാട് പഴുത്തതാണെങ്കിൽ നമ്മളിത് ഉണങ്ങി വരുമ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരും. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ വരണമെങ്കിൽ ഓവറായിട്ട് പഴുക്കാത്ത പഴമായിരിക്കും നല്ലത്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല വെയിലുള്ളപ്പോൾ തന്നെ ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചാൽ ഉരിഞ്ഞെടുക്കാം. ഇത് മതിയില്ല അമ്മേ? കുറച്ചും കൂടി എടുക്കാം. ഇതേ പഴമൊക്കെ ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും മുറിക്കാം കേട്ടോ. ഇപ്പം ഞങ്ങളിത് നീളത്തിലാണ് കനം കുറച്ച് മുറിച്ചെടുക്കുന്നത്. അല്ലേ, നന്നായി കനം കുറയ്ക്കണം. ഭയങ്കരമായിട്ട് കുറയ്ക്കണ്ട, അത്യാവശ്യം എന്നാലും കനം കുറയണം, കാരണം ഉണങ്ങി വരണമല്ലോ. ഇതേ പഴമൊക്കെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ആദ്യം ഇതിപ്പോൾ എത്ര എണ്ണമായിട്ട് കട്ട് ചെയ്യാറുണ്ട്? 5 എണ്ണമൊക്കെ ആകാം. ഇതേ പഴം എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 4 5 എണ്ണമൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത്. കണ്ടില്ലേ? ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നാലെണ്ണമൊക്കെ ആക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം മുറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഉണക്കാൻ ഏത് പാത്രത്തിലാണ് വെക്കുകയെന്ന് വെച്ചാൽ അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഒരു പഴം എടുക്കുക, അതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് മുറിച്ചിടുക. വെയിൽ വന്നതിന് ശേഷം മാത്രം മുറിക്കാട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസെക്ട്സ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഉറുമ്പാണെങ്കിലും ഒക്കെ വരും. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികളുടെയൊക്കെ നല്ല സൗണ്ട് ഉണ്ട്. വെക്കേഷനായ കാരണം എല്ലാവരും നല്ല കളിയിലാണ്. അപ്പം ഇനിയിപ്പോൾ എല്ലാം മുറിച്ചെടുക്കട്ടെ കേട്ടത് മുഴുവൻ. എത്ര വേണമെന്ന് വെച്ചാൽ അതൊക്കെ മുറിച്ചിടാം. ഇപ്പോൾ എല്ലാ പഴവും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുറിച്ചത് പ്ലേറ്റുകളിൽ ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കരുത്, കാരണം ഉണങ്ങി കിട്ടണമല്ലോ. അപ്പം ഞങ്ങളിവിടെ മുകളിലത്തെ നിലയിൽ കൊണ്ടുവന്നിട്ടാണ് കട്ട് ചെയ്തത്. കാരണം അങ്ങനെയാകുമ്പോൾ എടുത്തു വെക്കാനൊക്കെ ഒന്നുകൂടി എളുപ്പമാണല്ലോ. അല്ലെങ്കിൽ ഇതൊക്കെ പിടിച്ചിങ്ങനെ കൊണ്ടുവരണം. പഴം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇരുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. വെയിൽ വന്നു ആ ഒരു സമയത്താണ് ഞങ്ങൾ കട്ട് ചെയ്തെടുത്തത് തന്നെ. അപ്പം ഇനി നമുക്കിത് നല്ല വെയിലത്ത് തന്നെ ഉണക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം വേണമെങ്കിൽ ചെയ്തെടുക്കാം, വേറെ ഏത് ചെറുപഴങ്ങളോ ഒക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. പാളയംകുടം പഴം ആകുമ്പോൾ ഞങ്ങൾ സാധാരണ പാളയംകുടം പഴം ചെയ്യാറ്. ഒരു ഒരു പുളിയും നല്ല മധുരവും ഒക്കെ നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉണ്ടായിരിക്കും ഇതിന് കൂടുതൽ. പക്ഷേ ഇത് പഴം ചെയ്താൽ നന്നായിരിക്കും. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇപ്പം അമ്മ ഇവിടെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടാണ് വീണ്ടും ചെയ്യണത്. ഇതേ കണ്ടോ, വെയിലത്ത് വെച്ചു ഞങ്ങൾ. ഏറ്റവും മുകളിലത്തെ നിലയിൽ തന്നെ വെച്ചു. ഇനി ഇത് ഉണങ്ങി വരട്ടെ. നല്ല വെയിലുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം മതിയാവും ഇത് നന്നായിട്ട് ഉണങ്ങി വരാൻ. വെയിലിനനുസരിച്ച് കേട്ടോ, നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയിട്ട് വരണം. ഇതിനിപ്പോൾ വൈകിട്ട് എടുത്തിട്ട് നമുക്കിപ്പോൾ ഫാനൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ വയ്ക്കാം ഓരോ ദിവസം. അല്ലെങ്കിൽ പിന്നെ വയ്ക്കാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ വയ്ക്കാം. പക്ഷെ നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ പിന്നെ അത് കുഴഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. നിരത്തിയിട്ട് ഫാനിട്ടിട്ട് എന്തെങ്കിലും നെറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ മതിയാവും രാത്രിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ താഴെപ്പോട്ടൊക്കെ ഉണങ്ങിയിട്ട് വരാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ പഴം ഉണക്കിയത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 4 ദിവസം നല്ല വെയിലത്ത് ഉണക്കിയെടുത്തതാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒട്ടും ഒന്ന്, പക്ഷെ കുഴപ്പമില്ല. നമ്മളത് തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ വരണം.
ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നന്നായിട്ട് ഉണങ്ങി വരാമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യം കേട്ടോ, അല്ലെങ്കിൽ കേടുവരും. അതൊന്ന് ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിത് സാധാരണ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കില്ലേ, അതുപോലെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. നല്ല മധുരം ഉണ്ട്, നമ്മൾ മധുരമൊന്നും ചേർക്കാതെ തന്നെയാണ് ഉണക്കിയെടുത്തത്. നല്ല അടിപൊളി തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയട്ടെ തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ വാഴയും ഒക്കെ ഒരുപാട് ഉള്ളവരെ സംബന്ധിച്ച് പഴമൊക്കെ ഒരുപാട് വേസ്റ്റ് ആയി വിട്ടു പോകും. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാനും പറ്റും. അപ്പോൾ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.